ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും 70 അംഗങ്ങൾ വീതം. കേരള നിയമസഭയിൽ നടന്ന അതെ. ഓരോ തവണയും ബില്ലുകൾ പാസ്സാക്കാൻ സ്പീക്കറുടെ കാസ്റ്റിംഗ് വോട്ട്. ഇതെവിടെ സംഭവിച്ചത്? അതെ, 70 എന്ന് വന്നു. ഇത് കേരളത്തിലാണ് നടന്നത്. അന്ന് ഒരു സ്പീക്കർ, കാസ്റ്റിംഗ് സ്പീക്കർ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടത്. അതെ, അദ്ദേഹത്തിന്റെ പേര് AC ജോസ്. അദ്ദേഹം നമ്മളോടൊപ്പം ഇപ്പോഴില്ല. 1981-82 കെ കരുണാകരൻ മന്ത്രിസഭയുടെ കാലത്താണ് ഇതൊക്കെ നടന്നത്. ഈ കാസ്റ്റിംഗ് കാലത്ത് ഉദയം കൊണ്ട ഒരു സൂപ്പർ താരവുമുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ലോനപ്പൻ നമ്പാടൻ. ഫലിതബോധത്തോടെ നിയമസഭയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ലോനപ്പൻ നമ്പാടൻ. ആ സർക്കാരിൻ്റെ കാലത്തെ കാസ്റ്റിംഗ് പ്രതിഭാസത്തെക്കുറിച്ച് നമ്മളൊന്ന് അന്വേഷിക്കുന്നു, വേദികൾ തേടുന്നു. എങ്ങനെയാണ് കാസ്റ്റിംഗ് മന്ത്രിസഭ നിലവിൽ വന്നത്? 1981 AK ആന്റണിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് എയും കേരള കോൺഗ്രസ് എമ്മും ഇടതുമുന്നണി വിട്ട് ഐക്യമുന്നണിയിലേക്ക് പോയതോടെ രൂപം കൊണ്ടതാണ് കെ കരുണാകരൻ മന്ത്രിസഭ. സ്പീക്കർ തെരഞ്ഞെടുപ്പ് മുതൽ വെല്ലുവിളി ആരംഭിച്ചു. നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ഉൾപ്പെടെ AC ജോസിന് 71 വോട്ട്, മറുവശത്ത് 70. ഗവർണർ അവതരിപ്പിച്ച നയത്തിൽ നന്ദി പ്രമേയം അവതരിപ്പിച്ചത് തച്ചടി പ്രഭാകരൻ. ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും 70 വോട്ട് വീതം. സ്പീക്കർ AC ജോസ് കാസ്റ്റിംഗ് വോട്ട് ചെയ്ത് പ്രമേയം പാസാക്കി. KK ബാലകൃഷ്ണൻ MLA സഭയിലെത്തി വോട്ട് ചെയ്തത് ഭാര്യ മരിച്ചു കിടക്കുമ്പോൾ. നന്ദി പ്രമേയത്തിൽ പ്രതിപക്ഷം അവതരിപ്പിച്ചത് 6 ഭേദഗതികൾ. 6 തവണയും വോട്ട് നില 70-70. 6 തവണയും കാസ്റ്റിംഗ് വോട്ട് ചെയ്തത് സ്പീക്കർ AC ജോസ്. സ്പീക്കർ നിഷ്പക്ഷത ലംഘിച്ചെന്നാരോപിച്ച് ഇന്നത്തെ മന്ത്രിയായ അന്നത്തെ MLA AK ശശീന്ദ്രന്റെ അവിശ്വാസ പ്രമേയം. AC ജോസ് മാറി TM ജേക്കബ് സ്പീക്കർ കസേരയിൽ. AC ജോസിന്റെ വോട്ട് ഇല്ലാതെ തന്നെ പ്രമേയം തള്ളിപ്പോയി. പ്രമേയത്തെ അനുകൂലിക്കുന്നവർ കൈപൊക്കാൻ ചെയറിലിരുന്ന് TM ജേക്കബ്. അനുകൂലിക്കുന്നവർ പ്രതിപക്ഷത്തെ 70 പേർ മാത്രം. 71 കിട്ടാതെ പ്രമേയം തള്ളി. ഇതോടെ സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞ് കൂടുതൽ വോട്ടെടുപ്പിൽ നിന്ന് സർക്കാർ രക്ഷപ്പെട്ടു. രാജ്യസഭാ തെരഞ്ഞെടുപ്പിനു വേണ്ടി അടുത്ത സഭ ചേരാനിരിക്കെ കേരള കോൺഗ്രസ് എമ്മിലെ ലോനപ്പൻ നമ്പാടൻ മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ പിൻവലിച്ചു. അന്ന് സ്പീക്കർ AC ജോസ് ആയിരുന്നു. അഭിഭാഷകനാണ്, കൗശലക്കാരനായ രാഷ്ട്രീയ പ്രവർത്തകനും നേതാവുമാണ്. അപ്പോൾ അദ്ദേഹം ആണ് സ്പീക്കറുടെ ചെയറിൽ ഇരിക്കുന്നത്. അപ്പോൾ കരുണാകരൻ്റെ രാഷ്ട്രീയമായ രക്ഷയ്ക്ക് വേണ്ടി AC ജോസ് സ്പീക്കറിൽ അല്ലെങ്കിൽ ഒരു സഭാധ്യക്ഷനിൽ നിക്ഷിപ്തമായിരിക്കുന്ന വോട്ട് അത് പ്രയോഗിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ സമനിലയിൽ വന്നാൽ സ്പീക്കറുടെ പ്രത്യേകമായ അവകാശം ഉപയോഗിച്ച് അദ്ദേഹം ഒരു വോട്ട് രേഖപ്പെടുത്തും. ആ വോട്ടിനാണ് ഈ കാസ്റ്റിംഗ് വോട്ട് എന്ന് അന്നറിയപ്പെട്ടത്. സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ UDF യോഗം നടന്നുകൊണ്ടിരിക്കെ നാടകീയമായി ചെന്നാണ് നമ്പാടൻ പിന്തുണ പിൻവലിച്ചതും സർക്കാർ വീണതും. പിന്നെ ലോനപ്പൻ നമ്പാടൻ എക്കാലത്തും ഇടതുമുന്നണിക്കൊപ്പം നിന്നു. ഇലക്ഷൻ ഡെസ്ക് 24. വിജയകുമാർ, ഒരാൾ ചോദിക്കുന്നു, ഈ നമ്മുടെ ഈ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ ഇന്ന് മുതൽ വിതരണം ചെയ്തു തുടങ്ങിയല്ലോ, ഈ RC ബുക്കും ഒക്കെ സർട്ടിഫിക്കറ്റ് ഒക്കെ, അതൊക്കെ ഫാസ്റ്റായി നടക്കുന്നു. ഫാസ്റ്റ് ആയിട്ടുണ്ട്. ഇന്ന് മുതൽ 20,000 പേർക്ക് RC ബുക്കും അതുപോലെ ലൈസൻസും ലഭിക്കുമെന്ന് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, അഥവാ പോസ്റ്റൽ കൊറിയർ വഴി പോയില്ലെങ്കിൽ അത് KSRTC കൊറിയർ ഉപയോഗിച്ച് വീട്ടിലെത്തിക്കും. എല്ലാ മോട്ടോർ വെഹിക്കിൾ ഓഫീസുകളിലും ഇനി ഇങ്ങനെ ഉള്ള കൗണ്ടറുകളും ഉണ്ടാകും. അപ്പം നിങ്ങൾ ഈ പ്രിൻറ്റിങ് ചെയ്യാത്തായിരുന്നു പ്രശ്നം, അതിൻ്റെ പൈസയൊക്കെ കൊടുത്ത് തീർത്തു ഗവൺമെൻറ്. അതുപോലെ കൊറിയർക്ക് കാശ് കൊടുക്കണ്ടായിരുന്നു, ആ പോസ്റ്റൽ കൊറിയറിനും പൈസ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇനി RC ബുക്കിൻ്റെ ഒക്കെ കാലമാണ് പെൻഡിങ് കിടന്നെല്ലാം ഇപ്പോൾ കൊടുക്കും.